Hey everyone, so we are back with third video on part number 3. ഇന്നൊരു സാറ്റർഡേ ആണ്. ഇത് കാണുന്ന നിങ്ങളൊരു സാറ്റർഡേയിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഐ വിഷ് യു ഓൾ എ വെരി ഗുഡ് വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നൊസ്റ്റാൾജിയനെ കുറിച്ചാണ്. ഞാൻ ഇന്നലെയാണ് ആദ്യത്തെ വീഡിയോ ഇട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നൊസ്റ്റാൾജിയ എന്നുള്ളൊരു ടോപ്പിക്ക് എടുത്തിട്ട് ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും അത് നൊസ്റ്റാൾജിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് അപ്പോൾ ഇത് ഇന്നലെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് മെമ്മറീസും കൂടി ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ ആ മെമ്മറീസും കൂടി നമുക്ക് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ്, ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് GCDA കോംപ്ലക്സിൻ്റെ അപ്പുറത്തുള്ള വാട്ടർ വ്യൂ. നമ്മൾ GCDയിൽ പോകണം എന്നാണ് പറയണത്. എനിക്കറിയില്ല നിങ്ങൾ അനിയത്തിപ്രാവ് സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അനിയത്തിപ്രാവ് സിനിമയിൽ ആക്ച്വലി ഈ കുഞ്ചാക്കോ ബോബനും ശാലിനിയും കൂടി വന്നിരുന്ന് ഹരിശ്രീ അശോകനും പിന്നെ ഒരു ക്യാരക്ടറും കൂടി വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു കഫേ പോലെ. അത് ആക്ച്വലി സംഭവം ഇരിക്കണത് ആ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യണ മൊത്തം ഈ പറയണ GCDയിലാണ്. അപ്പോൾ GCDയുടെ ആ ഭാഗമൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട് ആ സമയത്ത്. ഈ കഫേ ആക്ച്വലി ഇരിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ കഫേ ഇരിക്കണത്. അതായത് ലാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു നടപ്പാതേൻ്റെ അറ്റത്തൊരു എനിക്ക് തോന്നുന്നു 10-20 മീറ്റർ അപ്പുറത്താണ് ഈ കഫേ ഇരിക്കുന്നത്. ഫ്ലോട്ട് ചെയ്താണ് നിൽക്കണത്. ഫ്ലോട്ട് ചെയ്തല്ല, ഐ മീൻ അടിയിൽ മറ്റേ പില്ലർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കഫേ പണിതേക്കണത്. ഞാൻ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല, കഫേയിലേക്ക് കയറിയിട്ടില്ലായിരുന്നു. ഞാൻ ജീവിതത്തിൽ കയറിയിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് എപ്പോഴും അത് നമ്മളിങ്ങനെ നോക്കി കാണുമായിരുന്നു. ഒരു കൗതുകത്തോടു കൂടി തന്നെ അത് ഭയങ്കര നോക്കി കാണുമായിരുന്നു. പിന്നെ ഭയങ്കര നോട്ടീസബിളായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ഭയങ്കര അടിപൊളി, എനിക്ക് തോന്നുന്നു എനിക്ക് ആ ബിൽഡിങ്ങേ ഇപ്പോൾ പൊളിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ തപ്പിയിട്ടൊന്നും ആ ഹോട്ടലിലെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആക്ച്വലി ആ GCDയുടെ കോംപ്ലക്സ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ പോലത്തെ ഉള്ള എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു ലേക്ക് വ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയാണ്, എനിക്ക് ഭയങ്കര വിവിഡായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് അതിൻ്റെ. പക്ഷെ പിന്നെ ഞാനത് കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും അത് പൊളിച്ച് വേറെ പണിതാണോ എന്താണോന്ന് എനിക്കറിയാം. ലേക്ക് വ്യൂ കണ്ടിരുന്നു, അതായത് നമ്മുടെ കൊച്ചിക്കായൽ കണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ ഹോട്ടൽ പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. അതിൻ്റെ അകത്തെ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു എന്നാണ് എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ. അപ്പം അത് ഇപ്പോഴും ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചകഞ്ഞെടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതിനെപ്പറ്റി ഒന്നാമത്തെ കാര്യം ആലോചിക്കാനുള്ള സംവേർ ഇങ്ങനെ ഒരു ചിന്തകളിലുള്ളിൽ കൂടി ഇങ്ങനെ ഇത് പാസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വിവിഡായിട്ടുള്ള ഒരു മെമ്മറി മാത്രമാണത്. അപ്പോൾ അതാണ് അതാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും ചകഞ്ഞിങ്ങനെ പോകാത്തത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കാനായിട്ട് ഇഷ്ടമുള്ള കാര്യം, ഞാൻ ആദ്യമായിട്ട് മുട്ട പപ്സിൻ്റെ ഒപ്പം മറ്റേ സോസ്, നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ, കേൾക്കണവർക്ക് ഭയങ്കര ഒരു സില്ലി കാര്യമായിട്ട് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ എൻ്റെ കോർ മെമ്മറീസാണ്. അപ്പോൾ ഈ മുട്ട പപ്സിൻ്റെ ഒപ്പം ഈ സോസ് ആദ്യമായിട്ട് കഴിക്കണ ഒരു ഫീലിംഗ് ഉണ്ട്. ഭയങ്കര ഫീലിംഗാണത്. നമുക്ക് ഇതുവരെയും കിട്ടാത്തൊരു ടൈപ്പുള്ള ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷനാണ് അത്. മുട്ട പപ്സും ടൊമാറ്റോ സോസും കെച്ചപ്പ്. ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ. പിന്നെ ആക്ച്വലി 2005 സുനാമി വന്നിട്ടുണ്ടല്ലോ. സുനാമി വന്നതിൻ്റെ ആ സമയത്തൊക്കെ, അതിന് മുന്നത്തെ 2005
ഡിസംബർ 25 ആണെന്ന് തോന്നുന്നു സുനാമി വന്നതെന്നാണ് എനിക്ക് 25-നോ 26-നായിട്ടാണ്. അപ്പം ഏതൊരു ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു വീട്ടുകാരുടെ ഒപ്പം. അപ്പോൾ വീട്ടുകാരുടെ ഒപ്പം പോകുമ്പോഴേക്കും ഇതുപോലെ തന്നെ അവിടെ വെള്ളം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് അതെനിക്ക് അതായിട്ട് കണക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ വെള്ളം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ GCDയിൽ ഭയങ്കര ഒരു 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 നിയോൺ സമയം വരുന്നത്. ആക്ച്വലി MG റോഡ് മൊത്തം ഒരു 2005 വരെയൊക്കെ 2005 2007 വരെയൊക്കെ മൊത്തം മറ്റേ ഒരു ട്യൂബ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു നീളം ട്യൂബ്, അത് നമുക്ക് വളച്ച് പേരൊക്കെ എഴുതാൻ പറ്റും. അങ്ങനെ നിയോൺ കളറായിരിക്കും. ഇപ്പം ഈ രണം എന്ന് പറഞ്ഞ എഴുതി കാണിക്കണ ഒരു ഫോണ്ടില്ലേ, ആ ഒരു റെട്രോ ഫീലിംഗ് ആയിരുന്നു MG റോഡ് മൊത്തം. എല്ലാ കടകളുടെയും ബോർഡ്, അന്ന് ഈ പറഞ്ഞ 3D പ്രിന്റിങ് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് ഈ പറയണ 3D ബോർഡിന്റെ പരിപാടിയും ഇല്ല. അന്ന് ഈ മൊത്തം ഈ ട്യൂബാണ്. ഈ ട്യൂബിലാണ് മൊത്തം പരിപാടി ഇരിക്കുന്നത്. ഈ ട്യൂബ് എല്ലാ കടയിലും ഈ കടയുടെ അത്യാവശ്യം നല്ല കടയുടെ ഒക്കെ പുറത്തെ ഈ ബോർഡെന്ന് പറയുന്നത് ഈ ട്യൂബായിരിക്കും. അപ്പോൾ ഈ ട്യൂബ് ആക്ച്വലി ഭയങ്കര രസമായിരുന്നു കാണാം. കാരണം നമ്മൾ ആ MG റോഡിലോട്ട് കയറുമ്പോഴേക്കും ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല, പഴയ ടോക്കിയോ ഒക്കെ കാണിക്കൂലേ നമ്മ. അപ്പം ആ ഒരു നിയോൺ കളറാണ് ആ സ്ഥലത്ത് മൊത്തം. നമുക്ക് MG റോഡിൽ കൂടി കയറി കഴിഞ്ഞാൽ 2 സൈഡിൽ ഇങ്ങനെ ഭയങ്കര ലഷ് ആയിട്ടുള്ള ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള വാം ടോൺസ് ആണെല്ലാം. പിങ്ക്, റെഡ്, യെല്ലോ, അങ്ങനെ. പിന്നെ ബ്ലൂ ആണെങ്കിൽ തന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ബ്ലൂ. അങ്ങനത്തെ ഭയങ്കര നിയോൺ കളേഴ്സാണ് എല്ലാം. ഭയങ്കര റിച്ച് ആയിട്ടുള്ള തെറിച്ചിരിക്കണ നിയോൺ കളേഴ്സായിരുന്നു അവിടുത്തെ ബോർഡുകൾക്ക് മൊത്തം. MG റോഡിലൊക്കെ നമ്മൾ ആ വഴി പോകുമ്പോൾ ഭയങ്കര ഒരു സംഭവം ഇടുന്നു അതൊക്കെ. ഇത് ആക്ച്വലി നല്ല രസമായിരുന്നു ആ സമയത്ത് കൂടി. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട്. പിന്നെ അന്ന് ഏറ്റവും വലിയ കാര്യം, ഇത്രയും തിരക്കെന്ന് പറയുന്ന സാധനമേ കൊച്ചിയിലില്ല. അന്ന് കൊച്ചിയിലെന്നല്ല, എറണാകുളത്തും തിരക്ക് ഭയങ്കര കുറവായിരുന്നു. ഒരുപാട് ചെടികളുണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു. റോഡിന്റെ സൈഡിൽ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതിപ്പോൾ ഈ മെട്രോ ഒക്കെ വന്നപ്പോഴാണ് റോഡിന്റെ വീതി കൂട്ടുന്നതിനനുസരിച്ച് ഈ സാധനമൊക്കെ വെട്ടിക്കളഞ്ഞു. ഒരു വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച്. അപ്പൊ ഈ റോഡിന്റെ അകത്ത് കൂടി പോകുമ്പോ ഈ മരത്തിന്റെ അകത്ത് കൂടി ഈ ഒരു കാടിന്റെ ഇപ്പൊ ആ സ്ഥലം അങ്ങനത്തെ ഒരു ഫീലിങ് കിട്ടണത് എവിടെയെന്ന് അറിയോ? നമ്മുടെ പെൻഡാമേനക കഴിഞ്ഞിട്ട് ഇങ്ങനെ വളയൂലേ, വളഞ്ഞ് നമ്മൾ നേരെ സെന്റ് തെരേസാസിന്റെ ഫ്രണ്ട് തൊട്ട് നേരെ മാരാസിന്റെ ഫ്രണ്ടിൽ കൂടി പോകൂലേ എറണാകുളത്ത് അമ്പലത്തിലേക്ക്. ആ വഴിയിൽ ഇപ്പൊ കിട്ടണ ഒരു വൈബുണ്ട്. ഈ 2 സൈഡിലും മരങ്ങൾ നിന്നിട്ട് ഇങ്ങനെ മൂടി, അതിന്റെ നടുക്ക് കൂടിയാണ് ഈ റോഡ് പോണത്. ആക്ച്വലി ആ വൈബായിരുന്നു കുറെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നത്. അത് ഏകദേശം എറണാകുളം എത്തുമ്പോഴേക്കും ആ ഒരു വൈബ് കിട്ടുമായിരുന്നു. പിന്നെ കുറെ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പിന്നെ ഈ നേരത്തെ അനിയത്തിപ്രാവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഈ അനിയത്തിപ്രാവില് അഭിനയിച്ച ഒരു പുള്ളിക്കാരനുണ്ട്. അതിൽ മറ്റേ ഈ ശാലിനിയുടെ ഏറ്റവും ഇളയ മറ്റേ ചേട്ടനായിട്ട്, ഏറ്റവും ഇളയ ചേട്ടനായിട്ട് അഭിനയിച്ച് തകർത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇപ്പോഴും നമ്മുടെ ബ്രോഡ്വേയിൽ കിങ് ഷൂ മാർട്ട് എന്നാണ് പുള്ളിയുടെ കടയുടെ പേര്. പുള്ളി ഇപ്പോഴും അവിടെ കട നടത്തുന്നുണ്ട്. കണ്ടാൽ മിക്കവർക്കും മനസ്സിലാവുന്നില്ല, പുള്ളി ഇപ്പൊ പ്രായമായി. ആ ഒരു പണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു പുള്ളിനെ. ഇപ്പൊ പുള്ളി പഴയ പുലിയാണെങ്കിലും ഇപ്പൊ വയസ്സൊക്കെ അവിടെ കടയൊക്കെ നടത്തി അങ്ങനെ പോകുന്നു പുള്ളി. അങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങളുടെ കലൂര് ഉള്ള കുറച്ച് കടയുടെ, ഇപ്പോഴും ഉള്ള കടയുടെ, പണ്ടുണ്ടായിരുന്നു അതിപ്പോഴും ഉള്ള ഒരു കുറച്ച് കടകളുണ്ട്. അതിന്റെ കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ നമ്മുടെ പ്രകാശ് ചേട്ടൻ്റെ കടയുണ്ട്, പ്രകാശ് ബുക്ക് സ്റ്റാൾ, പ്രകാശ് മരുന്ന് കട. ഇത് പ്രകാശൻ എന്ന് പറഞ്ഞ ചേട്ടനും ഗോവിന്ദൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അവർ രണ്ടുപേരും കൂടെ നടത്തുന്നത്. പ്രകാശ് ബുക്ക് സ്റ്റാൾ ഗോവിന്ദൻ എന്ന് ചേട്ടനാണ് നടത്തുന്നത്. പ്രകാശ് മറ്റേ ആയുർവേദിക്
മരുന്ന് കട, അത് നമ്മുടെ പ്രകാശേട്ടൻ തന്നെ നടത്തുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഞാൻ ജനിച്ചപ്പോ തൊട്ടേ ഉണ്ട്, ഈ രണ്ട് കട അവിടെ ഉണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ബാലഭൂമിയായിരുന്നു എൻ്റെ മെയിൻ സാധനം. ബാലഭൂമിയാണ് നമ്മുടെ ചെറുപ്പത്തിലെ ഏറ്റവും എന്റർടൈൻമെന്റ്. ഭയങ്കര ബാലഭൂമി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ബുക്ക് വായിക്കാനായിട്ട്, ബുക്കുകൾ എനിക്ക് വായിക്കാനായിട്ട് ഇൻസ്പിറേഷൻ തന്നത് ബാലഭൂമിയാണ്. അത് വായിക്കാൻ പറ്റും, ആ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്തെടുത്തത് ഒരു ചെറിയ, എനിക്ക് തോന്നണത് ആ ഒരു സംഭവം ഇപ്പൊ ഭയങ്കര, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റുന്നില്ല പിള്ളേർക്ക്. അതൊരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ബുക്ക് വായിച്ച് തീർക്കാൻ പോലും ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നുണ്ട്. 100 പേജിന്റെ ബുക്ക്, അധികമൊന്നുമല്ല, 100 പേജിന്റെ ബുക്ക് വായിച്ച് തീർക്കാനായിട്ട് പെടാപ്പാട് പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 മാസമൊക്കെ എടുത്തിട്ട് ഓരോരുത്തർ 100 പേജിന്റെ ബുക്ക് വായിച്ചു തീർക്കണത്. ഇപ്പൊ ഈ 100 പേജിന്റെ ബുക്ക് വായിച്ചു തീർക്കാനായിട്ട് ഇത്രയും ടൈം എടുക്കണത് എന്തിനാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഞാനൊക്കെ 100 പേജിന്റെ ബുക്ക് എന്നൊക്കെ പറയണത് ഏകദേശം ഒരു ദിവസം മാക്സിമം ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ ബഷീറിന്റെ ഒക്കെ ഒരുപാട് ചെറിയ ചെറിയ ബുക്കുകളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചെറുകഥകളൊക്കെ എല്ലാം കൂടി ഒരു ഒറ്റ ബുക്കിലായിരിക്കും. അപ്പൊ നമ്മളിത് എന്താണ്ട് ആർത്തി പോലെ വായിക്കണം. കാരണം നമുക്കന്ന് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലല്ലേ, പിന്നുള്ളത് TV ആണ്. അപ്പൊ ഇതിലിരുന്ന് വായിക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര മായാലോകത്തേക്ക് നമുക്കിങ്ങനെ ഇമാജിനേഷൻ ആണല്ലോ, നമ്മുടെ തലക്കകത്താണല്ലോ ഇതെല്ലാം നടക്കണത്. നമ്മളാണ് ക്യാരക്ടേഴ്സിന് ഫേസ് കൊടുക്കണത്, നമ്മളാണ് ക്യാരക്ടേഴ്സിന്റെ വീടുകൾ വെക്കണ ആ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മളാണ് നമ്മുടെ ഇമാജിനേഷനിലാണ് സെറ്റ് ചെയ്യണത്. അവിടെ കളേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇമാജിനേഷനും അതേസമയം തന്നെ കോൺസെൻട്രേഷനൊക്കെ റീഡിങ്ങിലൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റീഡിങ് തന്നെ ഒരുപാട് ഇമാജിൻ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല വൊക്കാബുലറി തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പിള്ളേരാരും ബുക്ക് വായിക്കണത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഈവൻ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോലും ഒരു ചുമ്മാ ഒരു ആഗ്രഹത്തിനെങ്കിലും ഇടുന്ന ഒരു ബുക്ക് വായിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ബുക്കാ, ഒരു നോവലാ, ബുക്ക് ആരിപ്പോ വായിക്കാറില്ല. ഞാൻ അത് ആൾക്കാർ പറയുമ്പോഴേക്കും എന്താണ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, ഓഡിയോ ബുക്ക് കേട്ടാൽ പോരെ. ഞാനും ഓഡിയോബിള് യൂസ് ചെയ്യണ ഒരാളാണ്. പക്ഷെ ബുക്ക് വായിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ പ്രോസസ്. അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ്, നമുക്ക് കുറെ സ്കിൽസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് പറഞ്ഞ് എങ്ങോട്ടൊക്കെ കാട് കയറി പോയിട്ടാ. അപ്പൊ ബാലഭൂമിയൊക്കെ വാങ്ങിക്കണത് അവിടെയാണ്. അപ്പൊ പ്രകാശൻ ചേട്ടൻ രാവിലെ വെള്ളിയാഴ്ചയാണ് ബാലഭൂമി തന്നെയല്ല. അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ വീട്ടില് ബാലഭൂമി പേപ്പറിന്റെ ഒപ്പം കൊണ്ടുവന്ന് ഇടണമായിരുന്നു. പിന്നെ എപ്പോഴും അത് നിന്ന്, അത് കഴിയുമ്പോഴേക്കും ഞാൻ എല്ലാ ആഴ്ചയിലും രാവിലെ പോയി വാങ്ങിക്കലാണ് പരിപാടി. പക്ഷെ എല്ലാ ആഴ്ചയിലും വാങ്ങിക്കാൻ പറ്റില്ല. രാവിലെ നമുക്ക് 9 മണിക്ക് സ്കൂളിൽ പോകണമല്ലോ. 9 മണിയായിട്ട് തോന്നുന്നു പുള്ളി തുറക്കുമ്പോഴേക്കും. അപ്പൊ ഞാൻ വൈകുന്നേരം പോയി മേടിക്കും. ചിലപ്പോ ശനിയാഴ്ച രാവിലെ ഏർലി മോർണിംഗ് പോയി അതിന്റെ ഫ്രണ്ടിൽ തുറക്കാനായിട്ട് 9 മണിയാവും. പക്ഷെ എന്നാലും പോയി 8:45 കഴിയുമ്പോൾ പോയി നിൽക്കും ചുമ്മാ. അണ്ട് വായിച്ച് അപ്പൊ തന്നെ തീർക്കുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം കിട്ടുമ്പോഴേക്കും നമുക്കൊരു ആർത്തി പോലെയാണ് ഈ ബാലഭൂമി വായിച്ച് തീർക്കാനായിട്ട് നമുക്ക് ഭയങ്കര. പക്ഷെ അന്നത്തെ ബാലഭൂമിയുടെ കഥകൾ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എനിക്കൊരു പഴയ ബാലഭൂമിയുടെ കുറച്ച് ചെതലരിച്ച ഭാഗങ്ങൾ കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ ആ ക്വാളിറ്റി ഓഫ് എന്താ പറയുക ഹ്യൂമർ അതിൻ്റെ അകത്ത് ഇടണ ആ ക്വാളിറ്റി ഓഫ് ഓരോ കഥകളുണ്ട് അതിൻ്റെ അകത്ത്. ഈ ബാലഭൂമിയിൽ പണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ ബാലഭൂമിയിൽ നമുക്കിങ്ങനെ പല പല സെഗ്മെന്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഒന്ന് അതിൽ സ്ഥിരമായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. മീശ മാർജാരൻ, മാജിക് മാലു, പിന്നെ ആരായിരുന്നു, മീശ മാർജാരൻ, മാജിക് മാലു, അങ്ങനെ കുറച്ച്. ഇപ്പൊ അവർ രണ്ടുപേരും ഈമാൻ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. സ്ഥിരമായിട്ടുള്ള ഇതാണ്
കാർട്ടൂൺസാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇവരുണ്ട്. പിന്നെ ഒരു സൈലന്റ് വാലൻ വാലി അല്ല, സൈലന്റ് വാലൻ. ഈ സൈലന്റ് വാലൻ ഏറ്റവും അവസാനത്തെ പേജിലുണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. നാടോടിക്കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ട്. അത് എല്ലാ നാടോടിക്കഥകളും വരും. മെയിൻലി പുറത്തുള്ള യൂറോപ്യൻ നാടോടിക്കഥകൾ ആണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വന്നത്. അപ്പം പുറത്തുള്ള ഫെയറി ടെയിൽസിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് ഈ ബാലഭൂമിയിൽ കൂടി വായിക്കാനായിട്ട് നമുക്ക് പറ്റും. അതൊരു ഭയങ്കര അടിപൊളി പരിപാടിയാണത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ബാലഭൂമിയിൽ പിന്നെ ഒരു ഭയങ്കര നല്ലൊരു ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് നോവൽസ് അവർ നേരത്തെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ നോവൽസിൻ്റെ കാര്യം പറയാം, ആ അപ്ഡേറ്റിൻ്റെ കാര്യം പറയാം. ഈ നോവൽസ് ആക്ച്വലി കുറേ അധികം നല്ല നോവൽസ് ഉണ്ടായിരുന്നു. അത് എനിക്കിപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോവൽ എന്ന് പറയുന്നത് അതിൽ വന്ന ആനപ്പോര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ആനകളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം പോയാലും ഇപ്പം ഞാനൊരു ഉത്സവത്തിന് പോയാലും ആനേനെ കാണാൻ വേണ്ടി മേളം കേൾക്കാൻ വേണ്ടിയൊക്കെ പോണ ഒരാളാണ്. പക്ഷെ ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടൊന്ന് ഇവിടെ നിർത്തണമെന്നാ, അല്ലെങ്കിൽ അതിനെ ചങ്ങലക്കിട്ട് വളർത്തേണ്ട അല്ലെങ്കിൽ നമ്മ വളർത്തേണ്ട ഒരു സാധനമാണ്. അതൊരു വന്യജീവിയാണ്. അതിനെ കാട്ടിൽ അതിൻ്റെ ഇഷ്ടത്തിന് പോകാനായിട്ട് അനുവദിക്കണം, അതിനെ ജീവിക്കാനായിട്ട് അനുവദിക്കണം എന്ന് തീർത്ത് പറയുന്ന ഒരു മടിയില്ലാണ്ട് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ സ്റ്റിൽ ആ ഒരു ആനിമലിനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ആനിമൽ ചെറുപ്പം തൊട്ടേ ഒരു ശരാശരി മലയാളി ആണെങ്കിൽ അത് ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കണം. എനിക്ക് തോന്നണത് അങ്ങനെ ആയിരിക്കണം. ഞാനൊക്കെ ജനിച്ചു വളർന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. വീടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ആന വേണം, അതാണൊരു എന്താ പറയുക ഗാംഭീര്യമുള്ള ഒരു പരിപാടിയാണ് എന്നൊക്കെയുള്ള നമുക്കിങ്ങനെ എന്താ പറയുക അതൊരു ആഗ്രഹമാണ്. ഒരു വലിയ നാലുകെട്ട് മേടിക്കണം. മിക്ക പിള്ളേരുടെ ഒരു ആഗ്രഹമാണ്. അന്ന് ഈ ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ടേ ഒരു നാലുകെട്ട്, വരിക്കാശ്ശേരി മന പോലത്തെ ഒരു നാലുകെട്ട് വേണം, ഈ നാലുകെട്ടിൻ്റെ അകത്തൊരു ആന വേണം, മുന്നിലൊരു ആന നിൽക്കണം, സൈഡിലൊരു കുളം വേണം. ഇതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യം. അപ്പം ഞാൻ പറയാൻ വന്നത് ഈ ആനപ്പോരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഒരു കഥ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, ഒരു നോവല്. അത് നല്ലൊരു നോവലായിരുന്നു. ഗോറിന്ന് എനിക്കിപ്പോഴും അതിൻ്റെ അകത്ത് ഓർമ്മയുള്ള ഒരു ക്യാരക്ടർ, ഒരു ആനയുടെ പേര് ഗോറി എന്നാണ്. മുഹമ്മദ് ഗോറി എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ സിമ്പിൾ എന്തൊക്കെയോ ആ ഒരു പേരാണ് ആ ആനക്ക് ഇട്ടേക്കണത് അതിൻ്റെ അകത്ത്, മുഹമ്മദ് ഗോറി. അപ്പം അത് പിന്നെ അവർ ചെയ്ത അപ്ഡേറ്റിൻ്റെ കാര്യം പറയാട്ടെ. ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനപത്രവും എന്താണ് പറഞ്ഞിട്ട് കാട്ടിൽ ഒരു പത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ പത്രം എങ്ങനെയായിരിക്കും ദിവസവും വരുന്നത്? വാരിക്കുഴി വാർത്ത അതാന്ന് തോന്നുന്നത്. എനിക്കിപ്പോഴും ഓർമ്മ വാരിക്കുഴി എന്ന് പറഞ്ഞാൽ വാരിക്കുഴി വനപത്രം അതായിരുന്നു ബാലഭൂമിയിലുണ്ടായിരുന്ന പത്രത്തിന്റെ പേര്. അത് നടുപ്പേജിലാണ്. അപ്പൊ ആക്ച്വലി ബുക്ക് വായിക്കണ ഇങ്ങനെയാണ്, ഈ നടുക്കത്തെ പേജ് വരുമ്പോൾ ഈ സാധനം തിരിച്ചു വായിക്കാം. നമുക്കിങ്ങനെ ശരിക്കും ഒരു പത്രം പിടിക്കണ പോലെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അതിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കുറേ കാടൊരു നാടായിരുന്നെങ്കിൽ, അതായത് കാട്ടിൽ ജീവിക്കണ മൃഗങ്ങള് മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനൊക്കെ കഴിയുള്ള ഒരു കൂട്ടം ആനിമൽസ് ആയിരുന്നെങ്കിൽ, അവർക്കൊരു പത്രം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തായിരിക്കും എഴുതുന്നത്? അതാണ് ആ പത്രത്തിൽ. ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ്. ഞാൻ ചിരിച്ചിടിച്ചിടിച്ച് എൻ്റെ വയറൊക്കെ വേനെടുത്തിട്ടുണ്ട് ചെറുപ്പത്തിൽ ആ സാധനം വായിച്ചിട്ട്. കാരണം എനിക്ക് ആ ഒരു ടൈമിനോട് ഇത്രയും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അങ്ങനത്തെ കണ്ടന്റേ ഇല്ല. അങ്ങനത്തെ ഒരു അതായത് നിങ്ങൾ പഴയ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ കോമഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ചിരി വരും. എന്തോരം കൊച്ചിൻ ഹനീഫയുടെ, ജഗദീഷ് ശ്രീകുമാറിൻ്റെ, ജഗദീഷിൻ്റെ, ലാലേട്ടൻ്റെ,
മമ്മൂക്കയുടെ അല്ലെങ്കിൽ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ദിലീപിൻ്റെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആൾക്കാർക്ക് നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ പുൾ ഓഫ് ചെയ്യണ ചില കോമഡി സീൻസ് ഉണ്ട്. മമ്മൂക്കോയ, അതൊക്കെ ഞാൻ എങ്ങനെ മറക്കണം. എനിക്ക് മാമുക്കോയ, ഇവരൊക്കെ പുൾ ഓഫ് ചെയ്യണ ഒരു ലെവൽ ഓഫ് കോമഡി ഉണ്ട്. അത് ശ്രീനിവാസൻ, ഒരു രക്ഷയില്ലാത്ത ടൈപ്പാണ് ആ കോമഡിയൊക്കെ. നമുക്ക് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും നമ്മ ഇരുന്ന്. പക്ഷെ അതൊരു 10,000 വട്ടം കണ്ടിട്ടുണ്ടാവും ആ സിനിമ. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ ചിരി വരില്ല. ഇപ്പോഴത്തെ സിനിമ കണ്ട് ഇപ്പൊ പ്രേമത്തിലെ ചില ഷോർട്സ് നമ്മ ചിരിക്കുമ്പോഴേക്കും നമുക്കത് കണ്ടു കഴിയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം നല്ല ചിരി, രണ്ടാമത്തെ പ്രാവശ്യം, പക്ഷെ ഒരു 3-4 പ്രാവശ്യം കഴിയുമ്പോൾ അതിന് ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. പക്ഷെ ഇത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ മുകേഷും നമ്മുടെ ജഗദീഷും സിദ്ദിഖും മറ്റേ അശോകനൊക്കെ ഉള്ള മറ്റേ ഇന്ത്യൻ ഗോസ്റ്റേഴ്സ് അതുപോലത്തെ മറ്റേ എന്താണ് ഈ മറ്റേ ആ ഇന്ത്യൻ ഗോസ്റ്റ് ഹൗസിന്റെ ആ സീരീസില്ലേ, ആ സീരീസൊക്കെ കണ്ട് നമുക്ക് എന്തോരം ചിരിക്കാൻ പറ്റും അത്രയും ചിരിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അതാണ് ആ ഒരു ടൈമിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.